ഇത് ഞങ്ങളുടെ പഴയ വീടാണേ. ഞാനൊരു ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നേക്കുന്നതാണ്. നല്ല ഞങ്ങളൊക്കെ ഒരു 19 വയസ്സ് വരെ ഞാൻ ഈ വീട്ടിൽ താമസിച്ചാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ വീടൊന്നും പൊളിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു മെമ്മറിക്ക് വേണ്ടി. എപ്പോഴും ഞാനിവിടെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഈ വീട് കാണാൻ വരും. കാരണം ഞങ്ങളിവിടെ ഒരുപാട് കാലം താമസിച്ചാണല്ലോ. അമ്മച്ചിയും ചാച്ചനും അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലതായിട്ട് സന്തോഷത്തിൽ താമസിച്ചൊരു വീടാണിത്. അതുകൊണ്ട് അത് മെമ്മറി ഒന്ന് പുതുക്കാൻ വേണ്ടി വന്നതാണ് കാണാൻ. എനിക്കൊത്തിരി ഇഷ്ടമാണ്. ഇതാ അടയ്ക്ക. പണ്ടൊക്കെ അടയ്ക്ക പെറുക്കാനൊക്കെ ഇങ്ങനെ കവുങ്ങിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ പോകുമായിരുന്നു. അതൊക്കെ വലിയൊരു ഓർമ്മയാണ്. ഇതാ ഇവിടെ ഇരിക്കുന്നു ഞാനിങ്ങനെ. ഒരു നല്ലൊരു മെമ്മറി. ഇങ്ങനെ നേരത്തെയൊക്കെ ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈകുന്നേരം ആകുമ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ. നല്ല ഇങ്ങനെ സുഖമാണ് ഇവിടെ ഇരിക്കാൻ. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് മരങ്ങളുടെ നടുക്കാണ് ഈ വീട്. റബ്ബറിൻ്റെയും പിന്നെ എല്ലാ സാമഗ്രികളും ഉണ്ട്. കുറേ അടയ്ക്ക, അങ്ങനെ കുറേ മരങ്ങളുടെ നടുക്കുള്ളൊരു വീടാണിത്. തെങ്ങ് ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പോൾ അപ്പടി പോയി എന്നാലും അതിങ്ങനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊളിക്കാണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണിത്. മൺകട്ടയും കൊണ്ടുണ്ടാക്കിയ വീട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ സിമെൻറ്റ് തേച്ച് പണ്ടത്തെ വീട്. എല്ലാവർക്കും അറിയാമായിരിക്കും. പണ്ടൊക്കെ എല്ലാവർക്കും അങ്ങനത്തെ വീടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ മെമ്മറി ഇങ്ങനെ നിർത്താൻ വേണ്ടി തന്നെ ഈ വീട് പൊളിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വരും. ഒത്തിരി കളിച്ച വീടുകളാണ്. ഞാനും എൻ്റെ ആങ്ങളെയും തമ്മിൽ അടിയൊക്കെ കൂടിയ വീടാണിത്. ഇതാ വീടിൻ്റെ മുമ്പിൽ തന്നെ നല്ലൊരു കിണറുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കിണറ്റിൽ നിന്നൊക്കെ ഒരുപാട് വെള്ളം കോരിയിട്ടുള്ളതാണ്. കറണ്ടില്ലായിരുന്നു അന്ന്. വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. ഇതാണ് എൻ്റെ റൂം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന റൂമും ഞാൻ കിടന്ന റൂമുമാണ് ഇത്. ഇതാണ് എൻ്റെ റൂം. ഞാനെപ്പോഴും പക്ഷെ എനിക്ക് പുറത്തോട്ട് പോകാനൊക്കെ പേടിയായിരുന്നാലും ഒത്തിരി ഇവിടെയായിരുന്നു പഠിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. ഇവിടെ കിടക്കുമ്പോഴൊക്കെ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഇവിടെ എപ്പോഴും മോശമായിട്ട് കിടക്കുവാണ്. ആരും ഇല്ലാത്തതുകൊണ്ട് കുറേ വർഷമായിട്ട് ആരും ഇല്ല ഇവിടെ. ഞാൻ ഇനിയൊരു കാര്യം കൂടി കാണിച്ചു തരാവേ. ചക്ക ഇതാ പ്ലാവ് നിറച്ച് ചക്കയായിട്ട് നിൽക്കുന്നുണ്ടോ? നല്ല രസമില്ലേ കാണാനിത്? ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം വരുന്നുണ്ട് എനിക്ക്. കാരണം ഞങ്ങളൊക്കെ പണ്ട് ചക്കയൊക്കെ പറിക്കാൻ ഇങ്ങനെ തോട്ടി വെച്ചിട്ട് ഇങ്ങനെ പറിക്കുന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങൾക്കവിടെ ഇല്ലാത്തൊരു അനുഭൂതി ഇവിടെ. നല്ല ഞങ്ങളുടെ പണ്ടത്തെ ആട്ടുകല്ലാണിത്. എൻ്റെ അമ്മച്ചി കുറേ ആട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഞങ്ങളോട് ആട്ടാൻ പറയുമ്പോഴല്ല ഞാൻ ഓടുമായിരുന്നു. എനിക്ക് പേടിയാ. നല്ല കാന്താരി ഉണ്ടല്ലോ. കാന്താരി ഞങ്ങൾക്കൊന്നും അവിടെ ഇല്ലാത്തൊരു നല്ലൊരിത് കാന്താരി. നല്ല പഴുത്ത് നിൽപ്പുണ്ട്. പറിക്കാമല്ലേ? പറിക്കട്ടെ കാന്താരി? പറിക്കാമല്ലേ? പറിക്കാം. നല്ല സാധനങ്ങളല്ലേ ഇതൊക്കെ? ഞങ്ങൾക്കൊന്നും അവിടെ കിട്ടാത്ത സാധനങ്ങൾ. ഇതാണ് നല്ല ചാമ്പങ്ങയൊക്കെ ഉണ്ടല്ലോ. നല്ല ചാമ്പങ്ങ ഉണ്ടായിട്ടുണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ചാമ്പങ്ങയൊക്കെ പറിക്കാൻ വേണ്ടി ഓടി വന്നിട്ട് ചാമ്പങ്ങ പറിച്ച് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരെണ്ണം പറിച്ച് തിന്നാൻ പോണേ. സ്കൂളിലൊക്കെ പോകുമ്പം പറിച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു. പിള്ളേർക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി. നിങ്ങൾക്കും കൂടെ തരണേ. ഓക്കെ. ഞാനിങ്ങനെ പറമ്പിക്കൂടെയൊക്കെ ഇറങ്ങി നടക്കുക കേട്ടോ. പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാ. കുരുമുളക്. എൻ്റെ അമ്മച്ചി ഒത്തിരി കുരുമുളക് പറിക്കുമായിരുന്നു. എപ്പോഴും രാവിലെ ഇറങ്ങി കുരുമുളകിൻ്റെ സീസണിലെ സമയത്ത് കുരുമുളക് ഇങ്ങനെ പറിച്ചുകൊണ്ട് ഒരു സഞ്ചിക്കകത്ത് നിറച്ചു കൊണ്ടൊരു മുകളിൽ. അതൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ടുള്ള നല്ല ഒറിജിനൽ കുരുമുളക്. അടുത്ത കാപ്പിക്കുരു. കാപ്പിയുടെ മരമാണിതേ.
ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും എൻ്റെ ഒരു സന്തോഷം പറയുന്നതേ ഉള്ളൂ. എപ്പോഴും കാപ്പി പൂക്കുമ്പം നല്ല മണമല്ലേ. ഇതും ഇങ്ങനെ അമ്മച്ചി ഇങ്ങനെ രാവിലെ ഇറങ്ങും, കാപ്പിക്കുരു തോട്ടത്തിൽ കൂടെ എല്ലാം ഇറങ്ങി കാപ്പിക്കുരുവൊക്കെ പറിച്ച് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കുമാണ് കയറി വരുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ ഇത്. അപ്പോൾ അമ്മച്ചിയില്ല, അമ്മച്ചിയുടെ മെമ്മറി ആയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണാൻ വരുമ്പോൾ ഒക്കെ അമ്മേനെ ഓർക്കും. ഇനി ഞാൻ ഇങ്ങനെ നടക്കുക, എല്ലാ വഴിയും കൂടെ പോവുക കാണാൻ. ഇതാ റബ്ബറിൻ്റെ ഷീറ്റ്, ഇവിടെയാണ് ഷീറ്റൊക്കെ ഇങ്ങനെ. അവിടെ അന്ന് ഞങ്ങൾ ചെറുപ്പം മുതലേ ഉള്ളതാണിത്. ഷീറ്റൊക്കെ ഇങ്ങനെ ഉറയൊഴിച്ചിട്ട് അതിൻ്റെ മെഷീൻസാണത്. ഇവിടെ ഇപ്പോൾ ഇല്ല, ഷീറ്റ് ഇപ്പം ഇല്ല. റബ്ബർ ഇതുണ്ട്, ഇനിയിപ്പോൾ വെട്ടാനായില്ലെന്ന് തോന്നുന്നു. ഇതിനിപ്പോൾ ഇങ്ങനെ പാലുറയൊഴിച്ചിട്ട് ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണിത്. ഇതൊക്കെ ഇപ്പം നല്ലൊരു ഓർമ്മകൾ.